NH-66 പണികൾ കേരളത്തിലുടനീളം വളരെയേറെ പുരോഗമിക്കുകയാണ്. പല അപാകതകളും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പലയിടത്തും റോഡ് മുറിഞ്ഞു പോവുക, റോഡ് ഇടിഞ്ഞു താഴുക, ഗതാഗത തടസ്സങ്ങൾ വളരെയേറെ സൃഷ്ടിക്കുക തുടങ്ങി പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. ഈ കാണുന്ന ബ്രിഡ്ജ് കൊല്ലം ബൈപ്പാസിൽ കല്ലുംതാഴം ജംഗ്ഷനിലുള്ള ബ്രിഡ്ജാണ്. അടിയിൽ കൂടെ പോകുന്ന റോഡ് കൊല്ലം ചെങ്കോട്ട് റോഡും. ഇത് കഴിഞ്ഞാൽ ഏകദേശം 3 നില പൊക്കത്തിൽ ഒരു മതിൽ നമുക്ക് കാണാൻ കഴിയും. ഈ മതില് സ്ലാബ് അടുക്കി 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 മേളിലോട്ട് പണിഞ്ഞിരിക്കുന്ന ഒരു മതിലാണ്. ഇതിന്റെ മേളിലൂടാണ് NH-66 പോകുന്ന താഴെ കാണുന്ന സർവീസ് റോഡുമാണ്. ഈ മതിലിന് യാതൊരു ബലമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഇത് താഴെ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് ഇത്രയും ഹൈറ്റുള്ള ഒരു മതിൽ താഴെ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുന്നതിന് പകരം സ്ലാബുകൾ അടുക്കി ഒരു ലെവൽ ഇല്ലാതെയാണ് ഇത് കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഭീതി പരത്തുന്നുണ്ട്. വളരെ ആകാംക്ഷയോടാണ് അവര് ഈ മതിലിനെ നോക്കി കാണുന്നത്. ഏത് നിമിഷവും ഇത് സർവീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇടിഞ്ഞു താരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇതിന്റെ കോൺട്രാക്ടർമാർ വളരെയേറെ ശ്രദ്ധിച്ച് ഈ ഭാഗം കൈകാര്യം ചെയ്യുകയും ഇതിനു വേണ്ട നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം എന്നുള്ളൊരു വസ്തുതയാണ് ഇവിടുത്തെ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയൊരു അപകടം ഈ നാഷണൽ ഹൈവേയുടെ പണിയിൽ വന്നാൽ അത് ബാധിക്കുന്നത് കേരള സർക്കാരിനെയും ബാധിക്കും, കേന്ദ്ര സർക്കാരിനെയും ബാധിക്കും, ഒപ്പം കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കോൺട്രാക്ടറെയും ബാധിക്കും, ജനങ്ങളെ ബാധിക്കും, ഗതാഗത തടസ്സം ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധി എന്നും ഇത് വീണ്ടും ആലോചിച്ച് വളരെ ശ്രദ്ധാപൂർവം ഈ മതിലുകളെല്ലാം വളരെ ലെവലോടെ ഇത് ഏങ്കോണിച്ച് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് വളഞ്ഞും പുളഞ്ഞുമാണ് ഈ മതിലുകൾ നിൽക്കുന്നത്. ബലക്കുറവ് തീർച്ചയായിട്ടും ഇതിനുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഭരണാധികാരികൾ ഈ വീഡിയോ കണ്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇത് വീഡിയോ കാണുന്നത് മാക്സിമം ഷെയർ ചെയ്ത് ഭരണാധികാരികൾ എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയാണ്. താഴെ കൂടെ സർവീസ് റോഡിൽ കൂടെ ധാരാളം വാഹനങ്ങൾ പോകുന്നത്, ധാരാളം ആൾക്കാർ സ്കൂട്ടറുകളിൽ പോകുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ മതിൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദേഹത്തേക്ക് വീണ് കഴിഞ്ഞാൽ വൻ ദുരന്തമാണ് ഉണ്ടാവാൻ സാധ്യത. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഇത് കാണുന്നവർ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യും.